ക്ഷേത്രത്തിൽ അശുദ്ധിയോ ക്ഷേത്ര അനുഷ്ഠാനങ്ങളിൽ അപചയമോ ഉണ്ടായാൽ അതെങ്ങനെ ദേവപ്രശ്നത്തിൽ മനസ്സിലാകും? ഈ ദേവ സാന്നിധ്യത്തിന് അപചയങ്ങളാണ് ഈ അശുദ്ധി മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അത് വരുമ്പോൾ ദേവസാന്നിധ്യത്തിന് ക്ഷീണത്വം വരും. ക്ഷീണത്വം വരുമ്പോൾ ദേവകോപം ഉണ്ടാകും. ദേവകോപം ഉണ്ടാകുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ചില സൂചനകൾ കാണിക്കും, നിമിത്തങ്ങൾ കാണിക്കും. അത് ചില സമയത്ത് അറിഞ്ഞും അറിയാതെയും അശുദ്ധി വരാം. ക്ഷേത്രേ മൃതിർജനനം അങ്കണമണ്ഡപാദൗമൂത്രാസൃഗാധിപതനം പതിതാദിവേശ സോലൂകഗൃധ്രകരടശ്വഖരോഷ്ട്രകോലകോഷ്ഠടുണ്ടുഭപുരസരഗർഭവേശ. ഇങ്ങനെ ഒരു 40-45 നിമിത്തങ്ങൾ പ്രത്യക്ഷത്തിലായിട്ട് കാണിക്കും. ക്ഷേത്രത്തിൽ വെച്ച് മരണങ്ങൾ സംഭവിക്കുക, ക്ഷേത്രക്കുളത്തിൽ വെച്ചോ ക്ഷേത്രത്തിൽ വെച്ചോ ക്ഷേത്രസങ്കേതത്തിൽ വെച്ച് മരിക്കാൻ ഹേതുവായ സംഭവ വിശേഷങ്ങൾ ഉണ്ടാവുക. ക്ഷേത്രേ മൃതിർ ജനനം, ജനനം വെച്ചാൽ മനുഷ്യജനനം ഉണ്ടാകുന്നൊക്കെ പറയാൻ വയ്യ. പക്ഷേ എങ്കിലും മറ്റേ പട്ടി പൂച്ച മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവകളുടെ ജനനങ്ങൾ സംഭവിക്കുക. അങ്കണമണ്ഡപാദികളിൽ രക്തപതനം സംഭവിക്കുക, മൂത്രപതനം. അതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ വെച്ച് കുട്ടികളെ കൊണ്ടുപോകും പുറത്തേക്ക് കൊണ്ടുപോകും പറഞ്ഞിട്ട് സാധാരണ നിങ്ങൾ കേൾക്കാറുണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മലമൂത്ര വിസർജനങ്ങൾ വരിക. ക്ഷേത്രേ മൃതിജനന അങ്കണമണ്ഡപാദവും മൂത്ര ആസൃഗാദി പതനം പതിതാദിവേശ. ക്ഷേത്രത്തിൻ്റെ ശുദ്ധി കീപ്പപ്പ് ചെയ്യാൻ തയ്യാറില്ലാത്ത അഥവാ അതിനെക്കുറിച്ച് അറിവില്ലാത്തതായിരിക്കുന്ന അനർഹരായിട്ടുള്ള ആൾക്കാർ സമീപത്തിൽ ക്ഷേത്ര സാന്നിധ്യത്തിൻ്റെ സാമീപ്യത്തെങ്കിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ പതിതാദിവേശ സോലൂകഗൃധ അങ്ങനെ വന്നാൽ വേറെയും ചില നിമിത്തങ്ങൾ കാണും. കൂമൻ ശ്രീകോലകത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് കെട്ടിടത്തിൻ്റെ മുകളിലിരുന്ന് കൂക്കുക, ശബ്ദിക്കുക. സോലൂക ഗൃധ്ര കഴുകൻ, കാക്ക, കരടൻ, ചേര, ഇങ്ങനെയുള്ള അനവധി ചില ദുഷിച്ച ജന്തുക്കൾ ഈ ക്ഷേത്ര അങ്കണത്തെങ്കിൽ അല്ലെങ്കിൽ ക്ഷേത്ര സാന്നിധ്യത്തിൻ്റെ ശ്രീകോവിലിൻ്റെ സമീപത്തെങ്കിലേക്കൊക്കെ വരിക, അവിടെ പ്രവേശിക്കുക. എന്നിട്ട് അല്ലെങ്കിൽ മറ്റേ ഈ തലധാര മുതലായതുകൾ കാണുക, അസ്ഥിയുടെ കഷ്ണങ്ങൾ കാണുക, മറ്റേ ഈ ക്ഷേത്ര സാന്നിധ്യം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വിരുദ്ധ മനോഭാവത്തോടു കൂടിയിട്ടുള്ളതായിരിക്കുന്ന ആൾക്കാർ ചില ചൂർണാദി പ്രയോഗങ്ങൾ ചെയ്യുക. ഇങ്ങനെ അനവധി കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ അശുദ്ധിയെ ബാധിക്കും. അത് കണ്ടാൽ ദേവൻ ഉടനെ തന്നെ തനിക്ക് അശുദ്ധി അല്ലെങ്കിൽ എന്തോ ചില തകരാറുകൾ സംഭവിച്ചിരിക്കുന്നു. ഇതതിൻ്റെ നിമിത്തം മാത്രമേ കാണിക്കുക. ഇതുകൊണ്ട് മാത്രമല്ല അശുദ്ധി ബാധിക്കുന്നത്. ആ ദേവസാന്നിധ്യത്തിന് ക്ഷയം സംഭവിക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു നിമിത്തങ്ങളെ കൊണ്ട്. പൂർവ്വകാലത്തെങ്കിലാണെങ്കിൽ കൃതയുഗത്തിൽ വെച്ചാൽ ദേവൻ നേരിട്ട് വന്നേർന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ളതായിരുന്ന കാലങ്ങൾ മാറി ഇന്നിപ്പോൾ നിമിത്തം മാത്രമാണ് അതിന് പ്രധാനമായിട്ട് സംഭവിച്ചിട്ടുള്ളത് അർത്ഥം. ആ ഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നത് പ്രധാനമായും മാന്തി ഗുളികനാണ് ഒരു ഗ്രഹം. പിന്നീട് ശനി, കേതു, ഇതൊക്കെ അശുദ്ധിയെ കാണിക്കുന്നതായ ഗ്രഹങ്ങളാണ്. അതും 6ാം ഭാവവും ഷഷ്ഠഭാവവും ബാധാഭാവവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അനിഷ്ടഭാവങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുമ്പോൾ ക്ഷേത്രത്തിൽ ഇത് അശുദ്ധി മുതലായ കാര്യങ്ങൾ എന്തോ ചിലത് സംഭവിച്ചിരിക്കുന്നു. അതെന്താണ് എന്നുള്ളതിനെ വിശകലനം ചെയ്യണം. അത് ചില സമയത്ത് അവിടുത്തെ ക്ഷേത്രാധികാരികൾ അഥവാ ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ക്ഷേത്ര ജീവനക്കാർ അറിഞ്ഞോളണമെന്നില്ല. അതാണ് ക്ഷേത്രാധീരിത പഞ്ചതാധികമ വിജ്ഞാതം കിമപ്യസ്തി ചെയ്യൽ എന്ന് പറയേണ്ട. അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടി ഈ നിമിത്തം കണ്ടാലേ ഇവർക്ക് പറയാൻ പറ്റുള്ളൂ. ഈ കാണാതെ കൊണ്ട് പ്രശ്നം വെച്ചാലും ഇന്ന വിധത്തിലുള്ളതായിരിക്കുന്ന സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ അത് ദേവൻ്റേതായിരിക്കുന്ന സാന്നിധ്യത്തിനെ ബാധിച്ചിരിക്കുന്നു. ദേവാൻ ലാളയതീതി ദേവലക എന്നൊക്കെയാണ്. ദേവനെ ഒരു ഓമന കുഞ്ഞിനെ ലാളിക്കും പോലെ അത്രയും ശ്രദ്ധയോടും ഭക്തിയോടും സ്നേഹത്തോടും കൂടി ലാളിക്കണം. ആര്? ദേവലകൻ പൂജാരി എന്നർത്ഥം.